Searching for greatness. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും കാണുന്നത് പോലെ തന്നെ ഇത് ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതിൽ ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിന് ഞാൻ യൂസ് ചെയ്തത് ഒരു ബിഗ് സൈസിലുള്ള 2 ഉള്ളിയാണ്. ഒരു വലിയ ബിഗ് സൈസിലുള്ളതാണ് 2 എണ്ണം. ഇനിയിപ്പോൾ ചെറിയതാണെങ്കിൽ നിങ്ങൾ 3 വരെയൊക്കെ എടുക്കണം. ആ ഒരു അളവിലാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ ഒരു 1.5 ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കവും പിന്നെ 1.5 അരയും എടുത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു പച്ചമുളക്, അതാണ് എടുത്തത്. പിന്നെ ഞാനിവിടെ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എൻ്റെ അടുത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചിക്കനും അതിൻ്റെ കൂടെ കോൺഫ്ലവറും പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും സോയാ സോസും ഒഴിച്ചിട്ടാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനതൊരു 10 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഈ ചിക്കന് നമുക്ക് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് അത് നല്ലോണം ചൂടായതിന് ശേഷം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനില്ലേ അത് ഒന്ന് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒരു സൈഡ് ഫ്രൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇതാ ഞാനൊരു സൈഡ് ആയതിനു ശേഷം നെക്സ്റ്റ് സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് അതും നല്ലോണം ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. എന്നിട്ട് അത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം ആ സെയിം പാനിൽ തന്നെ നമ്മൾ എന്തൊക്കെ ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് അത് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായിട്ട് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പച്ചമുളകില്ലേ അതിട്ടിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവാളയും ഇട്ടിട്ട് അതും നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഒന്ന് വാടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ സവാള ഇട്ടിട്ട് അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ്സ് സോട്ട് ചെയ്താൽ മതി. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ഇട്ട് അതും നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നല്ലോണം വാടി കിട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ചില്ലി ചിക്കനിന് ഒരു ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി നമ്മൾ ആ എണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ തന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കണം. അപ്പോൾ ഞാനിപ്പം തന്നെ ഉപ്പ് ചേർക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇതിൽ നമ്മൾ സോയാ സോസ് ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരു ഉപ്പ് രസം ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഉള്ളി വാട്ടുമ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഞാൻ അതിന് ശേഷം ടൊമാറ്റോ സോസും സോയാ സോസും ഒക്കെ ഒഴിച്ച് അതൊന്ന് സെറ്റാകും ശേഷം മാത്രമേ ഞാൻ ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിക്കുക, പിന്നെ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കുക. ശേഷം ആവശ്യത്തിനുള്ള സോൾട്ടും കൂടെ ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് സോട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ ഇട്ട് ഒന്ന് സെറ്റായതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ഒന്ന് പതിച്ച് വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ.
അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ട് വറ്റി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ, അപ്പോൾ അത് ഇതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ ചിക്കനും ഈ ഉള്ളിയൊക്കെ ഒന്ന് അതിൽ നിന്ന് കടന്ന് വന്നിട്ട് ജസ്റ്റ് ഒരു തിക്നെസ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് മാറ്റി എന്താ പറയാൻ, ഒരു തിക്നെസ് ആക്കാൻ വേണ്ടിയിട്ട്, വല്ലാണ്ട് തിക്നെസ് അല്ല, ഒന്ന് തിക്നെസ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അത് അരിച്ചതിന് ശേഷം ഇതിലോട്ടേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇത് മൊത്തമായിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഓക്കെ. അത് മിക്സാക്കി എടുത്ത് ഒരു 2 സെക്കൻഡ് അതൊന്ന് ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വാട്ടർ കൺസിസ്റ്റൻസി മാറിയിട്ട് കുറച്ചുകൂടെ തിക്നെസ് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് ഈ കറിക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതിലോട്ടേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഓക്കെ, ഇതൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് സ്പ്രിംഗ് ഓനിയനും കൂടാതെ കുറച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്ത ആ വീഡിയോ അതൊന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ അത് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സാക്കി എടുക്കുക. ഓക്കെ. ജസ്റ്റ് 1 സെക്കൻഡ് സോട്ട് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓക്കെ. അപ്പോൾ തന്നെ നമ്മളെ സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഞാനിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ആവി പറക്കുന്ന ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൂരിയുടെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ ഒരു കിഡിലൻ കോംബോ ആണ് ഇത്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ചില്ലി ചിക്കൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.